കൊല്ലം കുന്നത്തൂരിൽ CPM നേതാവ് BJPയിൽ CPM കുന്നത്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം പട്ടണത്ത് വിള മോഹനാണ് BJPയിലെത്തിയത്. 40 വർഷത്തിലേറെയായി CPMൽ സജീവമായിരുന്ന മോഹന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അംഗത്വം നൽകി. കുന്നത്തൂർ പഞ്ചായത്തിലെ തോട്ടത്തുംമുറി 14-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയാകും. മനോജ് ചേരുന്നു. മനോജ്, CPMൽ നിന്നാണെന്ന് തോന്നുന്നു കൂടുതൽ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും BJPയിലേക്ക് എത്തുന്നത്. കൊല്ലത്ത് നിന്ന് തന്നെ നേരത്തെയും ചില കൂടുമാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മനോജ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുന്നത്തൂരിലെ CPM നേതാവ് BJPയിൽ ചേർന്നിരിക്കുന്നു. 40 വർഷത്തോളമായി CPMൽ പ്രവർത്തിക്കുന്ന ഒരാൾ BJPയിൽ ചേരുന്നു. അത് ശ്രദ്ധേയം തന്നെയല്ലേ മനോജ്? തന്നെ പാർട്ടിയിൽ സജീവമായിരുന്നു. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 40 വർഷത്തിലേറെയായി പാർട്ടിയിൽ സജീവമായിരുന്ന നേതാക്കളാണ് ഇപ്പോൾ BJPയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ CPMൽ നിന്നും ഈ കൊഴിഞ്ഞുപോക്ക് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ കുന്നത്തൂരിലാണ് ഈ CPM നേതാവായിട്ടുള്ള മോഹനൻ BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഈ അംഗത്വം നൽകി. അതോടൊപ്പം തന്നെ കുന്നത്തൂർ പഞ്ചായത്തിൽ തന്നെ തോട്ടത്തുംമുറി 14-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ മത്സരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വവുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ തുടരുകയാണ്. രാജികൾ അങ്ങനെ തന്നെ ഓരോ സ്ഥലത്തായി തുടരുകയാണ്. ഈ സമയത്താണ് BJPയിലേക്ക് ഈ CPM നേതാക്കൾ എത്തുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. അതിനിടെ തന്നെയാണ് ഇരു മുന്നണികളിൽ നിന്നും നിരവധിയായിട്ടുള്ള നേതാക്കൾ പാർട്ടിയിലേക്ക് എത്തുന്നത്. CPMൽ നിന്ന് മാത്രമല്ല CPIയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഉൾപ്പെടെയുള്ള നേതാക്കൾ BJPയിലേക്ക് എത്തുന്നുണ്ട്. കൊട്ടാരക്കരയിൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് CPM ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള അനിരുദ്ധൻ, അതായത് മുൻ കൗൺസിലർ കൂടിയായിരുന്ന അനിരുദ്ധൻ പാർട്ടി വിട്ട് BJPയിലേക്ക് എത്തിയിരുന്നു. നഗരസഭയിലേക്ക് BJP സ്ഥാനാർത്ഥിയായി അനിരുദ്ധൻ മത്സരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കുന്നത്തൂരിലും ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഒരു CPMന്റെ സജീവ നേതാവ് കൂടെ എത്തുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവസാനഘട്ട ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തന്നെ അവസാന ഘട്ടത്തിലാണ്. അതിൽ തന്നെ കൂടുതലും ഇരു മുന്നണികളിൽ നിന്നും എത്തുന്ന നേതാക്കളുണ്ട്. അവരെയൊക്കെ തന്നെ അതായത് ഏറെക്കാലമായി ജനപ്രതിനിധികളായിരുന്ന ആളുകളൊക്കെ തന്നെയാണ് പിന്നീട് CPM രാഷ്ട്രീയം ഉപേക്ഷിച്ച് BJPയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തന രംഗത്ത് അവരെ മുന്നിലിറക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്തുകളിൽ മാത്രമല്ല കോർപ്പറേഷനുകളിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പ്രാദേശികമായുള്ള നേതാക്കളെ BJP സമ്പർക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇടതു രാഷ്ട്രീയം ഉപേക്ഷിച്ച് വരാൻ തയ്യാറായിട്ടുള്ളവരെ സ്വീകരിക്കുവാനും BJP തയ്യാറാണെന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശക്തിയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളായിരുന്ന നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ BJPയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം കുന്നത്തൂരിൽ CPM നേതാവ് BJPയിൽ CPM കുന്നത്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം പട്ടണത്ത്-വിള മോഹനാണ് BJPയിലെത്തിയത്. 40 വർഷത്തിലേറെയായി CPMൽ സജീവമായിരുന്ന മോഹന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പാർട്ടിയിൽ അംഗത്വം നൽകി. കുന്നത്തൂർ പഞ്ചായത്തിലെ തോട്ടത്തുംമുറി 14-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയാകും. മനോജാണ് വിവരങ്ങൾ നൽകിയത്.